ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് ക്രാഷ് കോഴ്സിന്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് ഫസ്റ്റ് ഇയറിലെ 10th ചാപ്റ്ററായ എസ് ബ്ലോക്ക് ആണ്. അപ്പോൾ എസ് ബ്ലോക്കിനെ കുറിച്ചുള്ള എസെൻഷ്യൽ തിയറിയാണ് ഞാൻ ആദ്യം ഒന്ന് ഓടിച്ചൊന്ന് പറയുവാണ്. നിങ്ങൾ ഇതൊക്കെ പ്ലസ് 1 നന്നായിട്ട് പഠിച്ചതാണ്. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആർ ആൾസോ കാൾഡ് ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആർ കാൾഡ് ആൽക്കലി എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS1. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ഓർഡർ പഠിച്ചു വെച്ചേക്കണം. ഏറ്റവും മുകളിൽ ആദ്യം ഗ്രൂപ്പ് 1 ഫസ്റ്റ് മെമ്പർ ഈസ് ലിഥിയം, ഫോളോഡ് ബൈ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം. ഇനി ഹൈഡ്രജൻ ഒരിക്കലും ഗ്രൂപ്പ് 1 മണ്ടയിലാണ് ഇരിക്കുന്നതെങ്കിലും ഹൈഡ്രജൻ ഗ്രൂപ്പ് 1 അല്ല, അത് സെപ്പറേറ്റ് ഒരു ആളായിട്ടാണ് നമ്മൾ ഹൈഡ്രജനെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ നമ്മൾ വെച്ചേക്കുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആൽക്കലി മെറ്റൽസ് സോഫ്റ്റ് ആണ്, അവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റും ലോ ബോയിലിംഗ് പോയിന്റുമാണ് റീസൺ. ഇറ്റ് ഈസ് ഡ്യൂ ടു വീക്ക് മെറ്റാലിക് ബോണ്ടിങ്. ഇനി ആൽക്കലി മെറ്റൽസ് ഹാവ് ലോ ഡെൻസിറ്റി വിച്ച് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതായത് ലിഥിയത്തിൽ തൊട്ട് സീസിയം വരെ ഡെൻസിറ്റി കൂടിയാണ് പോകുന്നത്. പൊതുവെ എല്ലാവർക്കും ലോ ഡെൻസിറ്റിയാണ്. ഇനി കളറിന്റെ കാര്യമാണ്. ലിഥിയം എന്ന് പറഞ്ഞ ആൽക്കലി മെറ്റലിന്റെ കളർ ക്രിംസൺ റെഡ്, സോഡിയത്തിൻ്റെത് ഗോൾഡൻ യെല്ലോ, പൊട്ടാസ്യത്തിൻ്റെത് പെയിൽ വയലറ്റ്, റുബീഡിയസിൻ്റെത് റെഡിഷ് വയലറ്റ്, സീസിയത്തിൻ്റെത് സ്കൈ ബ്ലൂ കളർ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസിലേക്ക് പോകുമ്പോൾ ദേ ആർ ഹൈലി റിയാക്റ്റീവും മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സുമാണ് ആര് ആൽക്കലി മെറ്റൽസ്. ഇനി ഓരോരോ എലമെന്റ്സുമായിട്ടുള്ള റിയാക്ഷൻ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ M++OH- കിട്ടും, ഒരു ആൽക്കലി ആയിരിക്കും കിട്ടുന്നത്. മെറ്റലും ഹൈഡ്രജനും കൂടെ ചേർന്നാൽ വി വിൽ ഗെറ്റ് മെറ്റൽ ഹൈഡ്രൈഡ് MHകളെ കിട്ടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്, മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് നോർമൽ ഓക്സൈഡ്, അല്ലെങ്കിൽ മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് പെറോക്സൈഡ്, അല്ലെങ്കിൽ മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് സൂപ്പർ ഓക്സൈഡ്. അപ്പൊ നോർമൽ ഓക്സൈഡ്സിന് എക്സാമ്പിൾ ലിഥിയത്തിൻ്റെതാണ് Li2O. ഇനി പെറോക്സൈഡിന് എക്സാമ്പിൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, Na2O2 ഉണ്ട്, എക്സെട്ര. സൂപ്പർ ഓക്സൈഡ്സിന് KO2, RbO2, CSO2. ഓക്കെ. ഇനി ഇവരുടെ അടുത്ത റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അമോണിയമായിട്ടുള്ള ആൽക്കലി മെറ്റൽസിന്റെ റിയാക്ഷൻ ടു ഗീവ് എ ഡീപ്പ് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. അതിന്റെ ജനറൽ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ലിഥിയം ഷോസ് അനോമലസ് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ഇറ്റ്സ് സ്മാൾ സൈസ് ആൻഡ് ഹൈ polarizing power, and also lithium has a diagonal relationship with ആരുമായിട്ടാ മെഗ്നീഷ്യവുമായിട്ട്. ഇനി ഇവരുടെ ഓർഡേഴ്സിനെ പറ്റിയാണ്, പല ഓർഡറുകൾ. ഇത് പക്കാ തിയറിയും ബൈഹാർട്ടുമാണ്. പറ്റുമെങ്കിൽ ഇതൊരു ചെറിയ പേപ്പറിൽ എഴുതി നിങ്ങൾ സ്ഥിരം നോക്കുന്ന എവിടെയെങ്കിലും സ്ഥിരം കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചേക്കുക. അത് കണ്ട് മെമ്മറൈസ് ചെയ്യാനേ പറ്റൂ. മിക്കപ്പോഴും ഇത് കൺഫ്യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ. ലിഥിയം ലെസ് ദാൻ, സോഡിയം ലെസ് ദാൻ, പൊട്ടാസ്യം ലെസ് ദാൻ, റുബീഡിയം ലെസ് ദാൻ, സീസിയം. ഓക്കെ. പിന്നെ വരുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി. പിന്നെ വരുന്നത് സോലുബിലിറ്റിയും ബേസിക് ക്യാരക്ടർ, റിഡ്യൂസിങ് ക്യാരക്ടറിന്റെ ഓർഡർ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കും. ഇനി ആൽക്കലി മെറ്റൽസിലെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യം ആൽക്കലി മെറ്റലായ സോഡിയത്തിന്റെ സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. അതിൽ ആദ്യം വരുന്നതാണ് സോഡിയം കാർബണേറ്റ് അഥവാ വാഷിംഗ് സോഡ. അതിന്റെ ഫോർമുല Na2CO3.10H2O. അത് പ്രിപ്പയർ ചെയ്യുന്നത് സോൾവേ പ്രോസസ് എന്നോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ സോൾവേ അമോണിയ സോഡ പ്രോസസ് എന്നോ വിളിക്കുന്നു. 4 സ്റ്റെപ്പ് റിയാക്ഷനിലാണ് നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു NaHCO3 ഉണ്ടായിട്ടാണ് അതിൽ നിന്ന് Na2CO3 ഉണ്ടാവുന്നതെന്ന് ഓർക്കണം. കാരണം സോൾവേ പ്രോസസ് cannot be employed for the manufacture of K2CO3 because KHCO3 is fairly soluble in water. അതാണ് അതിന്റെ റീസൺ. ഇത് മിക്കപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തതാണ് ക്രൂഡ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഉപ്പാണ്, സാധാ ഉപ്പ്, ടേബിൾ സാൾട്ട്. NaCl is generally obtained by crystallization of brine solution containing Na2SO4 and CaSO4 and impurities like MgCl2 and CaCl2 which are delicescent. ഡെലിക്കസെന്റ് സാൾട്ടുകൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബ്സോർബ് മോയ്സ്ചർ ഈസിലി ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് നനവ് വലിച്ചെടുക്കുന്ന സാൾട്ടുകളെയാണ് നമ്മൾ ഡെലിക്കസെന്റ് സാൾട്ട്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2, കാൽഷ്യം ക്ലോറൈഡ് CaCl2, അതേപോലെ തന്നെ നമ്മുടെ NaCl എന്ന സോഡിയം ക്ലോറൈഡ്. അടുത്ത ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിന്റെ വേറൊരു നെയിം കോസ്റ്റിക് സോഡ. ഫോർമുല എന്ത് വരും? NaOH. പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? ഇലക്ട്രോളിസിസ്, ഒരു പ്രത്യേക അപ്പാരറ്റസിലാണ്. അതിന്റെ പേരെന്തുവാ? കാസ്റ്റ്നർ കെൽനർ സെൽ. ഇനി ഇതില് കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? കാഥോഡും വരും, ആനോഡും വരും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ Na++ ഇലക്ട്രോൺ ഗീവ്സ്
മെർക്കുറിയുമായിട്ട് ചേർന്ന സോഡിയം അമാൽഗം. ആനോഡിൽ ക്ലോറിൻ ഹാഫ് Cl2 പ്ലസ് ഇലക്ട്രോൺ ആവും. ഇത് രണ്ടും കൂടെ ചേർന്നാണ് NaOH പ്ലസ് മെർക്കുറി പ്ലസ് H2 ആയിട്ട് പ്രോഡക്റ്റ് വരുന്നത്. അടുത്ത ഈ പറഞ്ഞ സോഡിയത്തിന്റെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ ബേക്കിംഗ് സോഡ ഓർ NaHCO3. ഇതിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ Na2CO3യിലേക്ക് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വാട്ട് വി വിൽ ഗെറ്റ് NaHCO3 കിട്ടുന്നത്. ഇനി സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. സോഡിയം അയോൺസ് ആർ ഫൗണ്ട് ഔട്ട്സൈഡ് ദ ബോഡി സെൽ. ശ്രദ്ധിച്ചോളണം, ഔട്ട്സൈഡ് ദ ബോഡി സെൽസിലാണ് ആരെ കാണപ്പെടുന്ന സോഡിയം അയോൺസ്. വേറെ എവിടെ കാണും? ബ്ലഡ് പ്ലാസ്മ, ഇന്റസ്റ്റൈനൽ ഫ്ലൂയിഡ്സ്, അവിടേക്ക് ആരെ കാണും? Na+. ഇനി പൊട്ടാസ്യം അയോൺസ് ആർ പ്രസന്റ് വിത്തിൻ സെൽ ഫ്ലൂയിഡ്സ്. മറ്റത് ഔട്ട്സൈഡ് സെൽ ഫ്ലൂയിഡ് ആണെങ്കിൽ വിത്തിൻ സെൽ ഫ്ലൂയിഡ്സ് ആണ് ഏത്? പൊട്ടാസ്യം. അതേപോലെ അത് ATP പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആര് വേണം? പൊട്ടാസ്യം വേണം. ഇനി ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 ആണ്. അതിൽ ഏതൊക്കെ ഗ്രൂപ്പ് എലമെന്റ്സ് വരും? ബെരിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അതിൽ റേഡിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇനി ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സിൽവറി വൈറ്റ് കളറാണ് മിക്ക എലമെന്റ്സിനും. ലെസ്ട്രസ് ആണ്, ഇരുന്ന് തിളങ്ങും. റിലേറ്റീവ്ലി സോഫ്റ്റ് ആണ് മറ്റേ മെറ്റൽസിനെ പോലെ, ബട്ട് ഹാർഡർ ദാൻ ആൽക്കലി മെറ്റൽസ്. ഒരു ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും കൂടെ എടുത്താൽ ആരാ ഹാർഡർ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് ഹാർഡർ. ഇനി ഇവരുടെയും കുറച്ച് കളറുകൾ നോക്കണം. കാൽഷ്യത്തിന് ബ്രിക്ക് റെഡ് കളർ, SR സ്ട്രോൺഷ്യത്തിന് ക്രിംസൺ റെഡ് കളർ, ബേരിയം BAക്ക് ആപ്പിൾ ഗ്രീൻ കളർ. ഇനി ഇവർ നല്ല റെഡ്യൂസിങ് ഏജന്റ്സ് ആണ് ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ദേ ആർ alkaline earth metals are quite reactive elements due to their low ionization potentials. Okay. ഇനി ഇഷ്ടം പോലെ എക്സെപ്ഷൻസിന്റെ കേസുകൾ വരും. അതിലൊന്നാണ് except beryllium, all alkaline earth metals combine directly with hydrogen and form hydrates of the type MH2. പക്ഷേ BH2 is prepared by the reaction. കണ്ടോ, BH2 എന്ന ബെരിലിയം ഹൈഡ്രേറ്റ് ഉണ്ടാവണമെങ്കിൽ ബെരിലിയം ക്ലോറൈഡും ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റും കൂടെ റിയാക്ട് ചെയ്ത് ബെരിലിയം ഹൈഡ്രേറ്റ് BH2 പ്ലസ് LiCl പ്ലസ് AlCl3 അവിടെ ഫോം ചെയ്യും. പിന്നെ ഓക്സിജനുമായിട്ടുള്ള നോർമൽ ഓക്സൈഡ് ആണ് Ba പ്ലസ് O2 gives BaO, അല്ലെങ്കിൽ Ba പ്ലസ് എക്സസ് ഓക്സിജൻ ആണെങ്കിൽ BaO2 കിട്ടും. ഇനി ഇവർക്കും കുറെ ഓർഡേഴ്സ് ഉണ്ട്. ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ബൈഹാർട്ട് ചെയ്യാനാണ്, അല്ലാതെ വേറെ ഇതിനൊരു ട്രിക്കും ഇല്ല. മിക്കത് എലമെന്റ്സിന്റെ ഓർഡർ ആണ്. നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എലമെന്റിന്റെ ഓർഡർ എങ്ങനെ? ബെരിലിയം, തൊട്ട് താഴെ മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അപ്പൊ ആ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് അറിയാമെങ്കിൽ അത് തന്നെയാണ് മിക്ക. ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ സെയിം ഓർഡർ, റെഡ്യൂസിങ് ക്യാരക്ടറിന്റെ സെയിം ഓർഡർ, അങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ സോലുബിലിറ്റി ഓഫ് സൾഫേറ്റ്സ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ബെരിലിയം സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ, മെഗ്നീഷ്യം സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ, കാൽഷ്യം സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ, സ്ട്രോൺഷ്യം സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ BaSO4. ഇനി ബെരിലിയം ഷോസ് അനോമലസ് ബിഹേവിയർ. കാര്യം ബെരിലിയം തൊട്ട് താഴെയുള്ള എലമെന്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സെപ്ഷനലി സ്മാൾ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഓക്കെ. അതേപോലെ തന്നെ ബെരിലിയം ആരുമായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട്? അലൂമിനിയവുമായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട്. ആ റിലേഷന്റെ പേരെന്താണ്? ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആയ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഏത്? കാൽഷ്യം. ആ കാൽഷ്യം കുറെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു കോമ്പൗണ്ട് ആണ് ക്വിക്ലൈം അഥവാ CaO. അത് ഉണ്ടാക്കുന്നത് കൊമേഴ്ഷ്യലി ബൈ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ. CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ CaO പ്ലസ് CO2 കിട്ടും. ഇനി ആഡിംഗ് വാട്ടർ ക്വിക്ലൈം ഗീവ്സ് എ ഹിസ്സിംഗ് സൗണ്ട് എന്ന് വെച്ചാൽ ഒരു പുക പോലെ ഒരു സൗണ്ട് കേൾക്കും. ഫോംസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നോസണസ് സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതിന്റെ റിയാക്ഷൻ CaO പ്ലസ് H2 ഗീവ്സ് CaOH. ഇനി എ സസ്പെൻഷൻ. നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ 3 സിസ്റ്റം ആണ്: സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊളോയിഡ്. എ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് കാൾഡ് എന്താണ്? മിൽക്ക് ഓഫ് ലൈം. എന്നാൽ while the filtered clear solution of the ഈ പറഞ്ഞ സ്ലേക്കഡ് ലൈം ഈസ് നോൺ ആസ് ലൈം വാട്ടർ. തിരിഞ്ഞു പോയരുത്. ലൈം വാട്ടറും മിൽക്ക് ഓഫ് ലൈമിന്റെയും ഫോർമുല എന്ത് തന്നെയാണ്? CaOH2. പക്ഷേ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് ഒരു സസ്പെൻഷനും ലൈം വാട്ടർ എന്ന് പറയുന്നത് ഒരു ക്ലിയർ സൊല്യൂഷനുമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് ജിപ്സം. ജിപ്സം എന്ന് പറഞ്ഞാൽ CaSO4.2H2O. അതിനെ എടുത്തു വെച്ച് ചെറുതായിട്ട് ലിമിറ്റഡ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ we will get CaSO4 half H2O. അതിനെ വിളിക്കുന്ന പേരെന്തുവാ? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ what we will get? വെറും CaSO4. അതിന്റെ കറക്റ്റ് പേരെന്തുവാ? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ, കരിഞ്ഞുണങ്ങിയ പ്ലാസ്റ്റർ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾക്കറിയാം പല പല കാര്യങ്ങൾക്ക്. ഇറ്റ് ഈസ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് സെറ്റിംഗ് ടു എ ഹാർഡ് മാസ്. നല്ല ഉരുക്ക് ശക്തിയുള്ള ഒരു മാസ് പോലെ ആയി മാറാനുള്ള കഴിവാർക്കുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി അടുത്ത് വരുന്നതാണ് സിമന്റ്. സിമന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രേഷ് കളറാണ്, പൗഡർ ആണ്.
അതിന്റെ അകത്തുള്ള എലമെന്റ്സ് ഏത്? കാൽഷ്യം, സിലിക്കേറ്റ്സ് ഉണ്ട്, അലൂമിനേറ്റ്സ് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബിൽഡിങ്സ് മെറ്റീരിയൽ, പാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ കെട്ടാൻ. അതേപോലെ അതിന്റെ ആവറേജ് കോമ്പോസിഷൻ, ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയ ഹൈ സ്റ്റാൻഡേർഡ് സിമെന്റിന്റെ പേരാണ് പോർട്ട്ലാൻഡ് സിമെന്റ്. അതിലുള്ളത് എന്തൊക്കെയാണ്? കാൽഷ്യം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, അലൂമിനിയം ട്രയോക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, Fe2O3, SO3 എക്സെട്ര. ഇനി സിമെന്റ് സെറ്റ്സ് ഇൻ എ ഹാർഡ് മാസ്. സിമെന്റ് കോൺക്രീറ്റ് നടത്തി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു സാധനമായിട്ട് മാറും വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ജിപ്സം. അതിന് എന്തിനാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത് സ്ലോ ആക്കാനാണ്. സെറ്റിംഗ് ഓഫ് സിമെന്റ് സ്ലോ ആയിട്ട് നടന്നാലേ അത് നല്ല കട്ടിയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ നമ്മൾ ഉണ്ടാക്കിയാൽ ഏകദേശം 28ഓളം ദിവസം നമ്മൾ അതിൽ നന്നായിട്ട് വെള്ളം നനച്ച് അതിനെ അത് ഉറയ്ക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കും. ആ സമയം എടുക്കുന്നത് സിമെന്റിന്റെ അകത്ത് ആരുള്ളത് കൊണ്ടാണ്? ജിപ്സം ഉള്ളത് കൊണ്ടാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ പറഞ്ഞ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ മെഗ്നീഷ്യവും കാൽഷ്യവും നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. മെഗ്നീഷ്യം ആക്ട് as the cofactor for the enzymes that utilize ATP ആണ്. കാൽഷ്യം ഈസ് പ്രസന്റ് ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ എസൻഷ്യൽ തിയറി ആയിട്ട് ഓർത്തു വെക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ എസൻഷ്യൽ തിയറി. ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ടിൽ ദെൻ, താങ്ക് യു, goodbye.